ബഹുമാനീയനായ അധ്യക്ഷൻ കുറുക്കോളി മൊയ്തീൻ MLA, ആദരണീയനായ പാണക്കാട് സയ്യിദ് ശിഹാബ് അലി തങ്ങൾ, ബഹുമാനീയനായ MLA PK കുഞ്ഞാലിക്കുട്ടി സർ, ബഹുമാനീയനായ MP ET മുഹമ്മദ് ബഷീർ സർ, സമീർ മച്ചിങ്കൽ സാമൂഹ്യനീതി ജില്ലാ ഓഫീസർ, ഡോക്ടർ KP വാഹിദ, PA കബീർ, AP സബ, റഷീദ് അസ്ലം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. AP അസ്ലാം ഫൗണ്ടേഷൻ ഇത്തരത്തിലൊരു റീഹാബിലിറ്റേഷൻ കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നറിയുന്നത്. സമൂഹത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ ആവശ്യമുള്ള മേഖലകളിലാണ് AP അസ്ലാം ഫൗണ്ടേഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവരുടെ ഫാമിലി, ആനപ്പടിയിൽ ഫാമിലി, പല മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു അപകടത്തെ തുടർന്നോ എന്തെങ്കിലും ഓൾഡ് ഏജ് സംബന്ധിച്ച് ഉണ്ടാകുന്ന ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസസിൻ്റെ ഭാഗമായോ വൈകല്യം നേരിടുന്നവരെ സംബന്ധിച്ച് ദീർഘനാളിലേക്കുള്ള ചികിത്സ ആവശ്യമായി വരുന്നതാണ്. അതിന് വളരെ ചിലവേറിയതും അതിനുള്ള സാഹചര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആയതുമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്. അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നവരെ സംബന്ധിച്ച് പല കുടുംബങ്ങളിലും വരുമാനം കൊണ്ടുവരുന്ന ഏക വ്യക്തിക്ക് ഇത്തരത്തിലൊരു അപകടമോ അല്ലെങ്കിൽ അസുഖമോ പിടിപെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ അവരെ സംബന്ധിച്ചിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അപ്പോൾ ഈ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിലൂടെ ഫിസിയോതെറാപ്പിയും പല മേഖലകളിലൂടെ ശാസ്ത്രീയമായ രീതികളിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരാശ്വാസമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള ചികിത്സയും സഹായവും ആവശ്യമുള്ള ആയിരക്കണക്കിന് പേർ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റമാകാൻ മാതൃകാപരമായ കാര്യമാണ്. AP അസ്ലമിനെ ഞാൻ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് മാത്രമല്ല, ഇനി വരുന്ന തലമുറകളും തീർച്ചയായും അദ്ദേഹത്തിനെയും ഈ ട്രസ്റ്റിനെയും, ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ട്രസ്റ്റിനെയും ഈ കുടുംബാംഗങ്ങളെയെല്ലാം ആദരവോട് തന്നെ ഓർമ്മിക്കും. വളരെ മഹത്തരമായ ഒരു പ്രവൃത്തിയാണ്. അത് വളരെ കാലഘട്ടങ്ങളിലൂടെ ഇത് ഉയർത്തിക്കൊണ്ടുവരാനും യശസ്സിൽ മുമ്പോട്ട് പോകാനും തീർച്ചയായിട്ടും സാധിക്കും. റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അതുപോലെ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ സന്തോഷത്തോടു കൂടി ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളു. അടുത്തതായി വേദിയിൽ സെൻസർ റൂമിൻ്റെ